പ്രായമായ ആളുകൾ, കുഞ്ഞുങ്ങൾ സാർ പ്രശ്നവുമായി ഡോക്ടർമാരെ സമീപിക്കുന്നവരോട് അവരെന്താ പറഞ്ഞതറിയോ? കൊച്ചി വിട്ടുപോകാനാണ് പറയുന്നത്. ഫസ്റ്റ് അഡ്വൈസ് അതാണ്, കൊച്ചി വിട്ടുപോകണം എന്നാണ് പറഞ്ഞത്. കൊച്ചിയിൽ നിന്ന് മാറി താമസിക്കണം. മനസ്സിലായേ? ഇവിടെ ഒരു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം കൂടി ഇവാക്യുവേഷൻ പ്ലാനിനെ കുറിച്ച് ആലോചിച്ചല്ലോ. പിന്നെ എന്തുകൊണ്ടാണ്? കാരണം ഈ പ്രതിഷേധം ഭയന്ന് ഈ വിഷയത്തെ നിസ്സാരവൽക്കരിക്കാൻ, ലഘൂകരിക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമമാണ് ഇത് ഇത്രയും വഷളാകാനുള്ള കാരണം. സാർ, തീ കെടുത്താൻ 2-ാം തീയതി ഒരു പ്ലാൻ, അതേ പ്ലാൻ തന്നെ 4-ാം തീയതി, അതേ പ്ലാൻ തന്നെ 6-ാം തീയതി, 12-ാമത്തെ ദിവസമായ ഇന്ന് ചോദിച്ചാലും 2-ാം തീയതിയിലെ അതേ ആക്ഷൻ പ്ലാനാണ് തീ കെടുത്താനുള്ള പ്ലാൻ. എന്നിട്ട് ന്യൂയോർക്കിലെ ഫയർഫോഴ്സ് മേധാവി ഡെപ്യൂട്ടി ചീഫ് പറഞ്ഞ് ഇതാണ് ഏറ്റവും ബെസ്റ്റ്. എങ്ങനെയുണ്ട്? മിനിയാന്ന് ഓൺലൈനിൽ പറഞ്ഞു, എന്നിട്ട് വാർത്ത കൊടുത്തേക്കാണ്. മിനിയാന്ന് ന്യൂയോർക്കിലെ ഫയർഫോഴ്സിന്റെ ഡെപ്യൂട്ടി ചീഫ് ഓൺലൈനിൽ പറഞ്ഞു കൊച്ചിയിൽ ചെയ്തതാണ് ബെസ്റ്റ്. ഇനി അവിടെ കത്തിത്തീരാനൊന്നുമില്ല, മുഴുവൻ കത്തട്ടെ എന്നാണ്. മുഴുവൻ കത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. കത്തിത്തീർന്നാലല്ലേ ഈ കോൺട്രാക്ടറെ സഹായിക്കാൻ പറ്റുള്ളൂ. മുഴുവൻ കത്തിത്തീരാനുള്ള ശ്രമം. സാർ, വായുവും വെള്ളവും മുഴുവൻ മലിനീകരിക്കപ്പെടുകയാണ്. വായുവും വെള്ളവും സാർ, അവിടെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം അവിടെ അടിച്ചു. ആ വെള്ളം മുഴുവൻ ഒഴുകി വരുന്നത് കടമ്പ്രയാറിലേക്കാണ്. ആ കടമ്പ്രയാറ് മുഴുവൻ മലിനീകരിക്കപ്പെട്ടു, വായു മുഴുവൻ മലിനീകരിക്കപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഇത് ആരാണ് ഇതിന്റെ മന്ത്രി എന്ന് വിചാരിച്ചു, ഈ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്.